PSCയിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചു കാണാറുള്ള പ്രധാനപ്പെട്ട ചില യൂണിറ്റുകൾ നമുക്ക് കോഡിലൂടെ ഒന്ന് പഠിച്ചെടുത്താലോ? അപ്പൊ നോക്കൂ, താപത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ അത് ജൂൾ ആണ്. താപത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ ജൂൾ ആണ്. അപ്പൊ താപം എന്ന് പറയുമ്പോൾ നമുക്ക് ചൂട് കണക്ട് ചെയ്യാലോ. ചൂട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് തണുത്തത് കഴിക്കാനാണ് തോന്നുന്നത് അല്ലെ? കൂൾ ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തോന്നും. അപ്പൊ കൂൾ എന്നതിൽ നിന്ന് ജൂൾ കണക്ട് ചെയ്യാലോ. അപ്പൊ താപത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ ജൂൾ ആണ്. ഇനി ഊർജ്ജത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ ജൂൾ ആണ്. ഊർജ്ജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. അപ്പൊ എനർജി ഉണ്ടാവാൻ നമുക്ക് എന്ത് കഴിക്കണം? നമ്മൾ കൂൾ ഡ്രിങ്ക്സ് കുടിക്കുകയാണ് എന്നോർക്കാം. എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂൾ ഡ്രിങ്ക്സ് കുടിക്കുകയാണ് എന്നോർത്താൽ മതി. കൂൾ ഡ്രിങ്ക്സ് എന്നതിൽ നിന്ന് ജൂൾ കണക്ട് ചെയ്യാലോ. കൂൾ എന്നതിൽ നിന്ന് ജൂൾ കണക്ട് ചെയ്യാം. അപ്പൊ ഊർജ്ജം എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കുടിച്ചു? കൂൾ ഡ്രിങ്ക്സ് കുടിച്ചു എന്നോർക്കാം. ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് ചോദിച്ചാൽ ജൂൾ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. അപ്പൊ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ നമുക്ക് എനർജി വേണം അല്ലെ? ഒരു പ്രവൃത്തി ചെയ്യാൻ നമുക്ക് എനർജി വേണമല്ലോ. അപ്പൊ നമ്മൾ എന്താ കുടിച്ചത്? കൂൾ ഡ്രിങ്ക്സ് അല്ലെ? കൂൾ ഡ്രിങ്ക്സ്. അതിൽ നിന്ന് കണക്ട് ചെയ്യാലോ. ജൂൾ ആണ്. താപം, ഊർജ്ജം, പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ് ചോദിച്ചാൽ ജൂൾ ആണ്. ഇനി ശബ്ദത്തിന്റെ യൂണിറ്റ് ഡെസിബൽ ആണ്. എങ്ങനെ ഓർക്കാം? അപ്പൊ ശബ്ദം എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂൾ കണക്ട് ചെയ്യാം. സ്കൂളിലെ ശബ്ദം കണക്ട് ചെയ്യാം. അപ്പൊ കുട്ടികൾ ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നു അല്ലെ? ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പൊ ബെല്ലടിച്ചു എന്നോർക്കാം. ബെല്ലടിച്ചാൽ എന്താണ്? എല്ലാവരും നിശബ്ദരാകും അല്ലെ? ശബ്ദത്തിന്റെ യൂണിറ്റ് ഡെസിബൽ ആണ്. സ്കൂളിലെ ബെല്ലിൽ നിന്ന് കണക്ട് ചെയ്യാലോ. ഡെസിബൽ. ഇനി പവറിന്റെ യൂണിറ്റ് ചോദിച്ചാൽ വാട്ട് ആണ്. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. അപ്പൊ എങ്ങനെ ഓർക്കാം? വട്ടുള്ളവർക്ക് എന്താണ്? നല്ല പവർ ആണ് എന്നോർക്കാം. വട്ടുള്ളവർക്ക് നല്ല പവർ ആണ്. വട്ടുള്ളവർക്ക് നല്ല പവർ ആണ് എന്നോർത്താൽ പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ് എന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ കോഡുകൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നമ്മുടെ ഗിവ് അവേ മറക്കണ്ട. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, കമന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ ഒരു സബ്സ്ക്രൈബർ കൂടി ആയിരിക്കണം കേട്ടോ.